എംബ്രോയ്ഡറിയുടെ 12 സ്റ്റിച്ചുകളാണ്. ഒന്നാമത്തേത് റണ്ണിങ് സ്റ്റിച്ച്, രണ്ടാമത്തേത് റണ്ണിങ് ആൻഡ് വിപ്പ്ഡ്, 3 റണ്ണിങ് വിത്ത് വേവ്, 4 ഡബിൾ റണ്ണിങ്, 5 ബാക്ക് സ്റ്റിച്ച്, 6 സ്പ്ലിറ്റ് ബാക്ക് സ്റ്റിച്ച്, 7 സ്റ്റെം സ്റ്റിച്ച്, 8 ചെയിൻ സ്റ്റിച്ച്, 9 മാജിക് ചെയിൻ സ്റ്റിച്ച്, 10 ലേസി ഡേസി സ്റ്റിച്ച്, 11 ഹെറിംഗ് ബോൺ സ്റ്റിച്ച്, 12 കൗച്ചിങ് സ്റ്റിച്ച് തുടങ്ങിയവയാണ്. റണ്ണിങ് സ്റ്റിച്ച്. റണ്ണിങ് സ്റ്റിച്ച് ഒരു ഔട്ട്ലൈൻ സ്റ്റിച്ച് ആണ്. ഒരു ചിത്രത്തിൽ പുറമേയും ഉള്ളിലേയുമുള്ള വരകളിലൂടെ മാത്രം തയ്ക്കുന്നതിന് ഉപയോഗിക്കുന്ന സ്റ്റിച്ചുകളെയാണ് റണ്ണിങ് സ്റ്റിച്ച് എന്ന് പറയുന്നത്. റണ്ണിങ് സ്റ്റിച്ചുകൾ പല രീതിയിൽ തയ്ച്ച് ഭംഗി വരുത്താവുന്നതാണ്. കുറേയധികം എംബ്രോയ്ഡറി തയ്യലുകളുടെ അടിസ്ഥാന തയ്യലായും ഡിസൈൻ അടച്ച് തയ്ക്കുന്നതിനും ഉപയോഗിക്കുന്നു. ഇന്ത്യൻ കാന്ത വർക്ക് അല്ലെങ്കിൽ ചിക്കൻ കാരി വർക്ക് ചെയ്യുന്നതിന് ഈ സ്റ്റിച്ച് ഉപയോഗിക്കുന്നു. പ്രിൻ്റ് ഉള്ള തുണികളിൽ പ്രിൻ്റിന് മുകളിലൂടെ റണ്ണിങ് സ്റ്റിച്ച് തയ്ക്കുന്നതോടൊപ്പം പല വിധത്തിലുള്ള സീക്വൻസുകൾ, മുത്തുകൾ മുതലായവ ഉൾപ്പെടുത്തി തയ്ക്കുമ്പോൾ വസ്ത്രത്തിന് കൂടുതൽ ഭംഗി വരുന്നു. റണ്ണിങ് വിത്ത് വിപ്പ്ഡ്. 2 കളർ നൂൽ ഉപയോഗിച്ച് തയ്ക്കുന്ന സ്റ്റിച്ചാണ് വൈപ്പ്ഡ് റണ്ണിങ് സ്റ്റിച്ച്. 6 ഇഴ നൂൽ സൂചിയിൽ കോർത്ത് റണ്ണിങ് സ്റ്റിച്ച് പൂർത്തിയാക്കിയതിനു ശേഷം രണ്ടാമത്തെ കളർ നൂൽ ഉപയോഗിച്ച് ഓരോ തയ്യലിനുള്ളിൽ കൂടിയും വലതുവശത്തു നിന്നും മുകളിൽ നിന്നും താഴേക്ക് തുണിയിൽ തട്ടാതെ സൂചി വലിച്ചെടുക്കുന്നു. തയ്ച്ചു കഴിയുമ്പോൾ 2 നൂലുകൾ തമ്മിൽ പിരിച്ചു ചേർത്തതുപോലെയായിരിക്കും. റണ്ണിങ് വിത്ത് വേവ്. റണ്ണിങ് വിത്ത് വൈപ്പ്ഡ് സ്റ്റിച്ച് ചെയ്യുന്നത് പോലെ തന്നെ 2 കളർ നൂൽ ഉപയോഗിച്ചാണ് റണ്ണിങ് വിത്ത് വേവ് സ്റ്റിച്ച് ചെയ്യുന്നത്. ആദ്യമായി 3 ഇഴ നൂൽ എടുത്ത് ഒരേ അകലത്തിൽ റണ്ണിങ് സ്റ്റിച്ച് ചെയ്യുക. പിന്നീട് വേവ് ചെയ്യുന്നതിനായി റണ്ണിങ് ചെയ്ത നൂലിൻ്റെ ഓപ്പോസിറ്റ് കളർ നൂൽ ഉപയോഗിക്കുക. വേവ് ചെയ്യുന്നതിനായി റണ്ണിങ് സ്റ്റിച്ച് തുടങ്ങിയ ഭാഗത്ത് നിന്ന് തന്നെ കുത്തിയെടുക്കുക. 3 ഇഴ നൂലാണ് ഇതിനു വേണ്ടി എടുക്കേണ്ടത്. റണ്ണിങ് സ്റ്റിച്ചിനുള്ളിലൂടെ സൂചിയുടെ പിൻഭാഗം ഉപയോഗിച്ച് മുകളിൽ നിന്നും താഴേക്ക് കൊണ്ടുവന്ന് അടുത്ത റണ്ണിങ് സ്റ്റിച്ചിൻ്റെ താഴെ നിന്നും മുകളിലേക്ക് എന്ന രീതിയിൽ തുണിയിൽ തട്ടാതെ സൂചി വലിച്ചെടുക്കുക. ഡബിൾ റണ്ണിങ് സ്റ്റിച്ച്. 2 കളർ നൂൽ ഉപയോഗിച്ച് തയ്ക്കുന്നു. കാഴ്ചയിൽ ഹോൾബിയൻ സ്റ്റിച്ച് പോലെ ഉണ്ടാകും. ആദ്യം 1 കളർ നൂൽ ഉപയോഗിച്ച് റണ്ണിങ് സ്റ്റിച്ച് ചെയ്യുക. രണ്ടാമത്തെ കളർ നൂൽ ഉപയോഗിച്ച് റണ്ണിങ് സ്റ്റിച്ചിൻ്റെ വിടവുള്ള ഭാഗങ്ങളിൽ തയ്ച്ച് പൂർത്തിയാക്കുക. തയ്ച്ച് പൂർത്തിയാക്കുമ്പോൾ ഒന്നിടവിട്ട് കളറുകൾ കാണാവുന്നതാണ്. ബാക്ക് സ്റ്റിച്ച്. ബാക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ 3 ഇഴ നൂലാണ് ഉപയോഗിക്കേണ്ടത്. എംബ്രോയ്ഡറി തയ്യലുകളിൽ വെച്ച് ഏറ്റവും ഉറപ്പുള്ള തയ്യലാണ് ഇത്. തയ്യൽ കിട്ടേണ്ട സ്ഥാനത്ത് നിന്നും 3 ഇഴ നൂലിലേക്ക് നീക്കി സൂചി ചീത്ത വശത്തു നിന്നും നല്ല വശത്തേക്ക് എടുക്കുക. അതിനുശേഷം നൂലിന് പിന്നിലേക്ക് 3 ഇഴ നീക്കി സൂചി കുത്തി നൂലിന് 3 ഇഴ മുന്നിലേക്ക് കുത്തി സൂചി വലിച്ചെടുക്കുക. ഇങ്ങനെ പിന്നിൽ നിന്നും നൂൽ കുത്തിയെടുത്ത് മുന്നിലേക്ക് തയ്ക്കുന്നത് കൊണ്ടാണ് ബാക്ക് സ്റ്റിച്ച് എന്ന് പറയുന്നത്. സ്പ്ലിറ്റ് ബാക്ക് സ്റ്റിച്ച്. 4 അല്ലെങ്കിൽ 6 ഇഴ നൂലിൽ ഉപയോഗിച്ചാണ് സ്പ്ലിറ്റ് ബാക്ക് സ്റ്റിച്ച് ചെയ്യുന്നത്. ആദ്യം ഒരു ബാക്ക് സ്റ്റിച്ച് തയ്ച്ചതിനു ശേഷം രണ്ടാമത്തെ സ്റ്റിച്ച് തയ്ക്കുമ്പോൾ ആദ്യം തയ്ച്ച സ്റ്റിച്ചിൻ്റെ ദോരത്തിൽ കുത്തിയതിന് പകരം സ്റ്റിച്ചിൻ്റെ നടുവിൽ സൂചി കുത്തി ബാക്ക് സ്റ്റിച്ച് തയ്ക്കുന്നത് പോലെ തുടർന്ന് തയ്ക്കുക. ബാക്ക് സ്റ്റിച്ചിൻ്റെ ഒരു വേരിയേഷൻ സ്റ്റിച്ചാണ് സ്പ്ലിറ്റ് ബാക്ക് സ്റ്റിച്ച്. സ്റ്റെം സ്റ്റിച്ച്. ചെടികളുടെ തണ്ട് തയ്ക്കുന്നതിനും ഔട്ട്ലൈൻ ഡിസൈനുകൾ തയ്ക്കുന്നതിനും അനുയോജ്യമായ സ്റ്റിച്ചാണ് സ്റ്റെം സ്റ്റിച്ച്. ഈ തയ്യൽ ഇടത്ത് നിന്ന് വലത്തോട്ടാണ് തുടരേണ്ടത്. ബാക്ക് സ്റ്റിച്ച് തയ്ച്ച് 4 ഇഴ നൂൽ മുകളിൽ സൂചി കുത്തി 2 ഇഴ താഴ്ത്തി കുത്തിയെടുക്കുക. വീണ്ടും 4 ഇഴ മുകളിലേക്ക് നീക്കി കുത്തി ആദ്യം തയ്ച്ച തയ്യലിൻ്റെ ദോരത്തിലൂടെ സൂചി വലിച്ചെടുക്കുക. ഇങ്ങനെ തുടർന്ന് തയ്ക്കുക. തയ്ക്കുമ്പോൾ എപ്പോഴും നൂൽ ഒരേ വശത്തായിരിക്കാൻ ശ്രദ്ധിക്കണം. ചെയിൻ സ്റ്റിച്ച്. ഔട്ട്ലൈൻ തയ്ക്കുന്നതിനും ഡിസൈൻ അടച്ച് തയ്ക്കുന്നതിനും ഉപയോഗിക്കുന്നു. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്ന ഒരു സ്റ്റിച്ചാണിത്. 3 ഇഴ നൂലാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. ബാക്ക് സ്റ്റിച്ച് തയ്ച്ച ദോരത്തിൽ സൂചി കുത്തി 3 നൂൽ മുന്നിലേക്ക് കുത്തിയെടുത്ത് സൂചിയുടെ അടിയിൽ കൂടി നൂലിട്ട് സൂചി വലിച്ചെടുക്കുക. ചെയിൻ വിടർത്തി വെച്ച് നൂൽ വലിച്ചു മുറുക്കുക. ഈ ചെയിനുള്ളിൽ സൂചി കുത്തി 3 ഇഴ താഴ്ത്തി കുത്തി
സൂചി വലിച്ചെടുക്കുക. ഇങ്ങനെ തുടർന്ന് തയ്ക്കുക. ചെയിൻ സ്റ്റിച്ച് തയ്ച്ച് ഡിസൈൻ അടച്ച് തയ്ക്കുന്നതിന് താബോർ എംബ്രോയ്ഡറി എന്ന് പറയുന്നു. മാജിക് ചെയിൻ സ്റ്റിച്ച്. ചെയിൻ സ്റ്റിച്ചിൻ്റെ വേരിയേഷൻ സ്റ്റിച്ച് ആണ് മാജിക് ചെയിൻ സ്റ്റിച്ച്. സൂചിയിൽ ഒരേ സമയം 2 കളർ നൂൽ കോർക്കുക. ആദ്യത്തെ ചെയിൻ തയ്ക്കുമ്പോൾ ഒരു കളർ നൂൽ മാത്രം സൂചിയുടെ അടിയിൽ കൂടിയിട്ട് തയ്ക്കുക. രണ്ടാമത്തെ ചെയിൻ തയ്ക്കുമ്പോൾ രണ്ടാമത്തെ കളർ നൂൽ സൂചിയുടെ അടിയിൽ ഇട്ട് തയ്ക്കുക. ഒരേ സമയം 2 നിറങ്ങൾ മാറി മാറി കാണുന്നത് കൊണ്ട് മാജിക് ചെയിൻ സ്റ്റിച്ച് എന്ന് പറയുന്നു. ഔട്ട്ലൈൻ തയ്ക്കുന്നതിനും ഡിസൈൻ അടച്ച് തയ്ക്കുന്നതിനും ഉപയോഗിക്കുന്നു. ലേസി ഡേസി സ്റ്റിച്ച്. ചെറിയ പൂക്കളും ഇലകളും തയ്ക്കുന്നതിന് ഉപയോഗിക്കുന്നു. ഒരു ചെയിൻ സ്റ്റിച്ച് കൊണ്ട് ഒരു ഇതൾ പൂർത്തിയാക്കാം എന്നതാണ് ഈ സ്റ്റിച്ചിൻ്റെ പ്രത്യേകത. ഒരു ചെയിൻ സ്റ്റിച്ച് തയ്ക്കുക. ചെയിൻ വിടർത്തി പിടിച്ച് ചെയ്തതിന് പുറത്ത് കുത്തി അടുത്ത ഇതൾ തുടങ്ങേണ്ട സ്ഥാനത്തേക്ക് സൂചി വലിച്ചെടുക്കുക. അപ്പോൾ ചെയിനിന് പുറത്ത് ഒരു കെട്ട് വീഴുകയും ചെയിൻ വിടർന്ന് നിൽക്കുകയും ചെയ്യും. ഇതളിൻ്റെ വലിപ്പം അനുസരിച്ച് ചെയിൻ വലുതാക്കി തുന്നാവുന്നതാണ്. ഹെറിംഗ് ബോൺ സ്റ്റിച്ച്. ഈ സ്റ്റിച്ചിങ് നൂലുകൾ ക്രോസ് ചെയ്തു വരും. ഇടതുവശത്തു നിന്നും വലത്തോട്ടാണ് തയ്ക്കേണ്ടത്. തയ്ക്കേണ്ട ഭാഗത്തിൻ്റെ ഒരു വശത്ത് സൂചി ഇടത്തോട്ട് കുത്തിയെടുത്ത് മറുവശത്തുള്ള അരികിലേക്ക് ക്രോസ് ചെയ്ത് സൂചി ഇടത്തോട്ട് കുത്തിയെടുക്കുക. കൗച്ചിങ് സ്റ്റിച്ച്. നല്ല രീതിയിലുള്ള ഔട്ട്ലൈൻ ആവശ്യമായ ഡിസൈൻ തയ്ക്കുമ്പോൾ ഈ സ്റ്റിച്ച് തയ്ക്കുന്നു. കനവും വീതിയുമുള്ള നൂൽ ഡിസൈനിൻ്റെ ഔട്ട്ലൈനിൽ കൂടെ വെച്ച് വലത് നിന്ന് ഇടത്തോട്ട് തയ്ച്ച് പിടിപ്പിക്കുന്നു. അതിനായി വേറെ നൂൽ സൂചിയിൽ കോർത്ത് ഒരേ തുണിയോട് ചേർത്ത് തയ്ച്ചാണ് ഈ ഔട്ട്ലൈൻ ഇടുന്നത്. 2 നിറം നൂലുകൾ ഉപയോഗിച്ച് ഈ സ്റ്റിച്ച് ചെയ്യാം.